ആ നഷ്ടപ്രായമായ പെൺമേച്ചിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ സാധാരണ പറയും ഫ്ലൈറ്റ് കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണ്. അല്ല, അതിനൊക്കെ എത്രയോ മുമ്പ് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഭരദ്വാജ മഹർഷി, അദ്ദേഹമാണ് ആദ്യം വിമാനം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ വിമാനസർവം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇന്ന് ഭാരതത്തിൽ ലഭ്യമല്ല. അത് ഇരിക്കുന്നത് ജർമ്മൻ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലാണ്. അതിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നതായ കാര്യം ആദ്യത്തെ ശ്ലോകമാണ്: വിമാനാഥാനി ലോഹാനി ഷോഡശാനി ക്രമേണജ. വിമാനം 16 ലോഹങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആ 16 ലോഹങ്ങളുടെ വിവരണങ്ങളുണ്ട്. അതിനുശേഷം പറഞ്ഞ ശ്ലേഷ്മാരി പത്രം എന്നുള്ളതായിരിക്കുന്ന ഇല വാറ്റിയെടുത്ത് അതിൻ്റെ ഇന്ധനം കൊണ്ടാണ് അന്ന് ഈ വിമാനം ഓടിച്ചത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വൈദ്യശാസ്ത്രമായാലും തന്ത്രശാസ്ത്രമായാലും പൗരാണികമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും ചിത്രകലകളാണേലും എല്ലാം തന്നെയാണേലും അതെല്ലാം എത്രയോ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒരു ചരിത്ര പരിശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അത്രയും സാംസ്കാരികമായിട്ട് ലോകത്തിൻ്റെ ഉന്നതിയിൽ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. അതാണ് ഭാരതം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കുട്ടികളെ പഠിക്കുന്ന ഭാരതം ഭരിച്ചത് കൊണ്ടാണ് ഭാരതം എന്നാ പറയാ. അല്ലാതെ ഭാതി സർവേഷു വേദേഷു ഗതി സർവേഷു ജന്തുഷു തരണം സർവതീർത്ഥാനാം തേന ഭാരതമുച്ചതേ. ഭാതി സർവേഷു വേദേഷു, വേദങ്ങൾ ഭാരതത്തിലേ ഉണ്ടായിട്ടുള്ളൂ. 4 വേദങ്ങൾ ഉണ്ടായി. ഗതി സർവേഷു ജന്തുഷു, എല്ലാ ജീവജാലങ്ങളുടെയും രതികീട വാത്സ്യായന മഹർഷിയുടെ കാമശാസ്ത്രം വായിച്ചു നോക്കിയാൽ അതിൽ കണ്ടെത്തിയിട്ടുള്ള ലോകത്തൊരു മനുഷ്യനും കണ്ടെത്താൻ കഴിയാത്ത ആ രീതിയിൽ എല്ലാ ജീവജാലങ്ങളുടെയും ക്രിയകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അതായത് വളരെ ഗൂഢമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഭാരതമാണ്. തരണം സർവതീർത്ഥാനാം, സർവതീർത്ഥഘട്ടങ്ങളും ഭാരതത്തിലാണുള്ളത്. തേന ഭാരതമുച്ചത്, അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയാൻ ഇടവന്നത്. ആ ഭാരതത്തിൽ ജനിക്കാനും അവിടെ വളരാനും അവിടുത്തെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളത് സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ളതായ ഭാരതത്തിന്റെ സംസ്കാരത്തെ, പൈതൃകത്തെ പലപ്പോഴായി ചവിട്ടി മെതിച്ച് ഭരണാധികാരികളായിരിക്കുന്ന ആൾക്കാർ അപ്പോഴിപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനകത്ത് സംസ്കരിച്ച് ആ അവസ്ഥയിൽ നിന്നും നമ്മൾ ഇന്ന് മാറി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയതായിരിക്കുന്ന അവസ്ഥയിൽ ഇന്നും ആ ഹിന്ദുക്കളുടെ ഐക്യത പൂർണ്ണമായി എന്ന് പറയാറായിട്ടില്ല. അതിന്റെ ചുവട് വെച്ചിട്ടേ ഉള്ളൂ. അത് നമ്മൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിലേക്ക് എത്തപ്പെടുന്നതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഭാവിയിൽ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു നാന്ദിയാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ നമ്മുടെ സഹോദരന്മാരും കൂടാൻ ഇടവന്നിരിക്കുന്നത്. അത് മറ്റ് മതസ്ഥർക്ക് ദോഷമുണ്ടാവാനോ ഗുണമുണ്ടാവാനോ ഒന്നുമല്ല. നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു ഐക്യതയും അഖണ്ഡതയും ഈ ഭാരതത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതായ ദീർഘമായ കാഴ്ചപ്പാടോട് കാണുന്ന ഈ പ്രവർത്തനത്തിൽ ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ രാവിലെ മുതലേ ക്ഷീണിതനാണ്. അതുകൊണ്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞുകൊണ്ട് പറയാൻ നല്ല പ്രാഗൽഭ്യമുള്ള സ്വാമിമാരും പണ്ഡിതന്മാരും ഇവിടെ ഉണ്ട്. അവരുടെ പ്രസംഗം കേൾക്കാനിരിക്കുന്ന നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എൻ്റെ ഈ ചെറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ചിന്തിക്കാൻ ഇടവരട്ടെ എന്നും ഇതിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്നും ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് ശ്രീമാതാ അമൃതാനന്ദി മഠം വള്ളിക്കാവിലെ സംഭൂജ്യ സ്വാമികൾ സ്വാമി കുരുപദ ചിദാനന്ദപുരി സ്വാമികളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.